أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين. ففهمناها سليمان وكلا آتينا حكما وعلما وسخرنا مع داود الجبال يسبحن والطير وكنا فاعلين. وعلمناه صنعة لبوس لكم لتحسنكم من بأسكم فهل أنتم شاكرون. ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين. ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അംബിയ, പ്രവാചകന്മാർ, ഈ സൂറത്തിലെ 78 മുതൽ 82 കൂടിയ 5 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين. ദാവൂദ് അലൈഹിസ്സലാമിനെയും സുലൈമാൻ അലൈഹിസ്സലാമിനെയും നാം അനുഗ്രഹിച്ചു. ഇത് യഹ്കുമാൻ, അവർ രണ്ടുപേരും വിധി പറഞ്ഞ സന്ദർഭം. ഫിൽ ഹർസി, ഒരു കൃഷിയുടെ കാര്യത്തിൽ. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെയും സുലൈമാൻ അലൈഹി ഇസ്ലാമിനെയും നാം അനുഗ്രഹിച്ചു. അവർ രണ്ടുപേരും ഒരു കൃഷിയുടെ കാര്യത്തിൽ വിധി പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഇത് നഫശത്ത് ഫീഹി ഗനമുൽ ഖൗമി, ഒരു വിഭാഗത്തിൻ്റെ ആട് കൃഷിയിൽ കയറി അതിനെ നശിപ്പിച്ചു. ഇത് നഫശത്ത് ഫീഹി, അത് നശിപ്പിച്ചു. ഗനമുൽ ഖൗമി, ഒരു വിഭാഗത്തിൻ്റെ ആടുകൾ. വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ, നാം അവരുടെ വിധി പ്രസ്താവത്തിന് സാക്ഷിയായിരുന്നു. നാം അവർ വിധി പറയുന്നതിന് സാക്ഷിയും ആയിരുന്നു. ഫഫഹംനാഹ സുലൈമാൻ, നാം സുലൈമാൻ നബിക്ക് മനസ്സിലാക്കി കൊടുത്തു. അത് നാം സുലൈമാൻ നബിക്ക് മനസ്സിലാക്കി കൊടുത്തു. വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമൻ, അവർക്ക് എല്ലാവർക്കും തത്വജ്ഞാനവും അറിവും നാം നൽകിയിട്ടുണ്ട്. നാം അവർക്ക് രണ്ടുപേർക്കും, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും തത്വജ്ഞാനവും അറിവും ഒക്കെ നൽകിയിട്ടുണ്ട്. വസഖർനാ മഅ ദാവൂദൽ ജിബാല, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് പർവ്വതങ്ങളെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു. ദാവൂദ് അലൈഹി ഇസ്ലാമിന് നാം പർവ്വതങ്ങളെ കീഴ്പ്പെടുത്തി കൊടുത്തു. യുസബ്യഹ്ന, അവ പ്രകീർത്തനം ചെയ്യുന്നതിന് വേണ്ടി, അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്യുന്നതിന് വേണ്ടി. വത്വൈറ, പക്ഷികളെയും നാം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു, ഇങ്ങനെ പ്രകീർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ട്. വകുന്ന ഫായിലീൻ, നാം അപ്രകാരം ചെയ്യുന്നവരാകുന്നു. നാം അപ്രകാരം ചെയ്യുന്നവനാണ്. വഅല്ലംനാഹു, നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു.
നാം ദാവൂദ് അലൈഹി ഇസ്ലാമിന് പഠിപ്പിച്ചു കൊടുത്ത് സ്വൻഅത്ത ലബൂസിലക്കും, നിങ്ങൾക്ക് പടയങ്കി നിർമ്മിക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് അങ്കികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി, ലിതൊഹ്സിനക്കും മീൻ ബഹസിക്കും, യുദ്ധവേളയിൽ ആപത്തിൽ നിന്ന് നിങ്ങൾക്ക് പരിരക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട്, ലിതൊഹ്സിനക്കും മീൻ ബഹസിക്കും, യുദ്ധവേളയിൽ ആപത്തുകളിൽ നിന്ന് നിങ്ങളെ പരിരക്ഷിക്കുവാൻ വേണ്ടി. വഹല്ലന്തും ഷാക്കിറുൻ, എന്നിട്ട് നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നന്ദി കാണിക്കാൻ കഴിയുന്നുണ്ടോ? വലി സുലൈമാൻ നബിക്ക് അരീഹ, കാറ്റിനെ, ആസിഫത്തൻ, അടിച്ചു വീശുന്ന കാറ്റിനെയും സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു. തജ്രീബി അംരിഹി, അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുന്നവയാക്കിയിട്ട്, അദ്ദേഹത്തിൻ്റെ കൽപ്പനക്കൊത്ത് സഞ്ചരിക്കുന്നവയായിട്ട്. ഇലൽ അർളില്ലത്തി ബാറക്നാ ഫിഹ, നാം അനുഗ്രഹം ചെയ്ത നാട്ടിലേക്ക്. വകുന്നാ ബികുല്ലി ഷൈഇൻ ആലിമീൻ, നാം അവയെല്ലാം തന്നെ അറിയുന്നവനായിരുന്നു. വമിന ഷയാത്തീൻ, പിശാചുക്കളുടെ കൂട്ടത്തിൽ, മൻ യഗൂസൂന ലഹു, അദ്ദേഹത്തിന് വേണ്ടി മുങ്ങിത്തപ്പുന്നവയുണ്ട്. പിശാചുക്കളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടി മുങ്ങിത്തപ്പുന്ന വിഭാഗമുണ്ട്. വയഅമലൂന അമലൻ ദൂന ദാലിക, അതല്ലാത്ത ജോലികൾ ചെയ്യുന്നവയുമുണ്ട്, അതല്ലാത്ത പണി ചെയ്യുന്നവയും ഉണ്ട്. വകുന്നാ ലഹും ഹാഫിളീൻ, നാമാണ് അവയെല്ലാം സംരക്ഷിച്ചിട്ടുള്ളത്, അവയെല്ലാം സംരക്ഷിച്ചത്. കഴിഞ്ഞ ആയത്തുകൾ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയതും മറ്റെല്ലാവരെയും അള്ളാഹു മുക്കിക്കൊന്നതും പരാമർശിക്കുകയുണ്ടായി. ഇവിടെ ദാവൂദ് അലൈഹി ഇസ്ലാമിനെയും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെയുമാണ് പരാമർശിക്കുന്നത്. ദാവൂദ വ സുലൈമാന ഇദ് യഹ്കുമാനി ബിൽ ഹർത്ത്, ദാവൂദും അതുപോലെ തന്നെ സുലൈമാൻ നബിയും, ദാവൂദ് നബിയും സുലൈമാൻ നബിയും ഒരു കൃഷിയുടെ കാര്യത്തിൽ വിധി പറഞ്ഞ സന്ദർഭം, ഇത് നഫശത്ത് ഫിഹി ഗനമുൽ ഖൗമി, ഒരു വിഭാഗം ജനങ്ങളുടെ ആട് അവരുടെ കൃഷിയിടത്തിൽ പ്രവേശിച്ച് നശിപ്പിച്ചതിനെ സംബന്ധിച്ച്. വകുന്നാ ലിഹക്മിഹിം ഷാഹിദീൻ, നാം അവരുടെ വിധി പറയുന്നതിൽ സാക്ഷിയായിരുന്നു. ഫഫഹംനാ സുലൈമാൻ നബിയെ നാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. പണ്ഡിതന്മാർ ഇത് സംബന്ധമായി ഒന്നിലേറെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത്, ഒരു കൃഷിഭൂമിയിൽ ആടുകൾ വന്ന് രാത്രിയിൽ കൃഷി മൊത്തം നശിപ്പിച്ചു. അവർ വന്ന് ദാവൂദ് അലൈഹി ഇസ്ലാമിയുടെ ഒരു പരാതി പറഞ്ഞു, ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കൃഷി മുഴുവൻ ഇവരുടെ ആടുകൾ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദാവൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ശരി, ആടുകളെ കൃഷിയുടമക്ക് കൊടുത്താൽ മതി, കാരണം അത്രയും കൃഷി വിളവുകൾ അവർ കഴിച്ചു വന്ന രൂപത്തിൽ അദ്ദേഹം ആടുകളെ കൃഷിക്കാരന് കൊടുക്കാൻ വേണ്ടി ഇവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വാദിയും പ്രതിയും രണ്ടു കൂട്ടരും ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കാണുകയായിരുന്നു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, എന്ത് വിധിയാണ് നിങ്ങൾക്ക് കിട്ടിയത്? അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മളുടെ കൃഷി നശിപ്പിച്ച നിലക്ക് ആടിനെ കൃഷിക്കാരന് കൊടുക്കാനാണ് ദാവൂദ് അലൈഹി ഇസ്ലാം ഉത്തരവിട്ടത് എന്നാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാനായിരുന്നുവെങ്കിൽ ഇങ്ങനെയായിരുന്നില്ല വിധി പറയുക. അത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമും അത് ശ്രവിക്കേണ്ടേ. എന്താണ് നിൻ്റെ വിധി എന്ന് ചോദിച്ചപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഞാൻ ഈ ആടുകളെ തൽക്കാലം കൃഷിക്കാരന് കൊടുക്കും, ആടിനെയും ആടിൻ്റെ ഉൽപ്പന്നങ്ങളും
അഥവാ അവയുടെ പാല്, അവയുടെ മക്കൾ, അതുപോലെ തന്നെ ആട്ടിൻ്റെ കാഷ്ടങ്ങളും മറ്റുമെല്ലാം അത് കൃഷിക്കാരന് കൊടുക്കും. അങ്ങനെ കൃഷിക്കാരൻ എടുക്കുന്ന ആ സമയത്ത് തന്നെ മറ്റേയാൾ അഥവാ ആടിൻ്റെ ഉടമസ്ഥൻ കൃഷിഭൂമി നന്നായി പണിയെടുത്ത് ഉഴുത് റെഡിയാക്കി കൃഷി നന്നാക്കിയെടുക്കും. അങ്ങനെ വിളവ് എടുക്കാൻ പാകമാകുന്നത് വരെ ഇതിൽ നിന്ന് കിട്ടുന്നതെല്ലാം ആ കൃഷിക്കാരനെടുക്കുകയും എന്നാൽ വിള നേരെയായി വരുമ്പോൾ ആടിനെ ഉടമസ്ഥന് തന്നെ മടക്കി കൊടുക്കുകയും അതുവരെ കിട്ടിയതൊക്കെ കൃഷിക്കാരൻ അനുഭവിക്കുകയും ചെയ്യുക എന്ന വിധിയായിരുന്നു ഞാൻ നടത്തുക എന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. അത് ദാവൂദ് നബി അലൈഹി ഇസ്ലാം ശ്രവിച്ചു. അതിനെ സംബന്ധിച്ച് തന്നെയാണ് ഫഹംനഹ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ നാം അത് വ്യക്തമാക്കി കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു എന്ന് പറയുന്നത്. കൊല്ലന്നാത്തൈന ഹുക്മൻ വഇൽമൻ, രണ്ടുപേർക്കും നാം ആധിപത്യവും അതേപോലെ തന്നെ അറിവും എല്ലാം നൽകിയിട്ടുണ്ട്. തത്വജ്ഞാനവും അറിവും ഒക്കെ തന്നെ രണ്ടുപേർക്കും ഉണ്ട്. ആരും ആരെക്കാളും ചെറുതാണ് എന്നിവിടെ പറയുന്നുമില്ല. ഇനി സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ദാവൂദ് അലൈഹി ഇസ്ലാമിന് പ്രത്യേകമായി വസഖർനാമായ ദാവൂദ് അൽ ജിബാല യുസബ്ബിഹ്ന വത്വൈറ, ദാവൂദ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്തു പർവ്വതങ്ങളെയും പക്ഷികളെയും. അവ ദാവൂദ് അലൈഹി ഇസ്ലാം പ്രകീർത്തനം ചെയ്യുമ്പോൾ ആ ദാവൂദ് അലൈഹി ഇസ്ലാം പ്രകീർത്തനം ചെയ്യുമ്പോൾ അതിന് മറുപടി ഒന്നോണം അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രതിഫലിച്ചുകൊണ്ട് ശബ്ദമിങ്ങനെ കേട്ടുകൊണ്ടിരുന്നിരുന്നു. അഥവാ ഇതേ രൂപത്തിൽ അദ്ദേഹം ആ പാടുന്നത് പോലെ കീർത്തനം ചെയ്യുന്നത് പോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും അതേ രൂപത്തിലുള്ള കീർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നിരുന്നു. അതുപോലെ അതിൻ്റെ കൂടെ പക്ഷികളും പാട്ട് പാടിയിട്ട് അവർക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് കൂടെ ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കാവുന്നതാണ്. വകുന്ന ഫായിലിയും, നാം ഇത് ചെയ്യുന്നവൻ തന്നെയാണ്. പിന്നീട് ദാവൂദ് അലൈഹി ഇസ്ലാമിന് കൊടുത്ത മറ്റൊരു കാര്യം വഅല്ലംനഹു സൻഅത ലബൂസൻ ലക്കും, നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പടയങ്കികൾ നിർമ്മിച്ചു. അത് നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ആദ്യമായി പടയങ്കി നിർമ്മിച്ചത് ലോകത്ത് ദാവൂദ് അലൈഹി ഇസ്ലാമാണ് എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. എന്തിനു വേണ്ടി? ലിത്വഹ്സിനക്കും മീൻ ബഅസിക്കും, നിങ്ങളുടെ യുദ്ധങ്ങളിൽ നിന്ന് അതിൽ വരുന്ന ആപത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് പരിരക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പടയങ്കികൾ ലഭിച്ചാൽ നേർക്ക് നേരെ വെട്ടുകൊള്ളുന്നതും കുത്തുകൊള്ളുന്നതുമൊക്കെ അത് അങ്കിക്ക് മുകളിലാവുകയും ശരീരം രക്ഷപ്പെടുകയും ചെയ്യും. ആ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കൃത്യമായി ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിരുന്ന ആ പടയങ്കിയുടെ സവിശേഷത. വഹല്ലന്തും ഷാക്കിറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ? കാരണം ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിർമ്മിച്ചു കൊടുത്ത ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് നന്ദിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇനി സുലൈമാൻ നബിക്ക് മാത്രമായി നൽകിയ മറ്റൊന്നാണ് സുലൈമാൻ റീഹ ആസിഫത്തൻ തജ്രീബി അംരിഹി, കൊടുങ്കാറ്റ്, കഠിനശക്തമായി വീശുന്ന കാറ്റ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അതിൻ്റെ ആധിപത്യം നൽകി. തജ്രീബി അംരിഹി ഇലൽ അർദില്ലത്തി ബാറക്നാ ഫിഹാ, നാം അനുഗ്രഹം ചെയ്ത നാട്ടിലേക്ക് അതിനെ തിരിച്ചുവിടാൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് പ്രത്യേകമായ സിദ്ധി അള്ളാഹു നൽകി. വകുന്നാ ബികുല്ലി ശൈഇൻ ആലിമീൻ, നമുക്കെല്ലാം തന്നെ അറിവുള്ളതാണ്. മറ്റൊന്ന് വമിന ശയാത്തീനി മൻ യഗൂസുന ലഹു, പിശാചുക്കളെ അള്ളാഹു സുബ്ഹാനഹു തആല സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു. കടലിൽ മുങ്ങി മുത്തുകളും പവിഴങ്ങളും പെറുക്കിയെടുക്കുന്ന ജോലി അവർക്കായിരുന്നു. അതേപോലെ അത് അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ വയാമലൂന അമലൻ ദൂനദാലിക്ക, അതല്ലാത്ത മറ്റു ജോലികൾ അതും ഇവരെ കൊണ്ട് അദ്ദേഹത്തിന് നടത്തിക്കാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിരുന്നു. വകുന്നാ ലഹും ഹാഫിളീൻ, അവരെല്ലാം സംരക്ഷിച്ചത് നാം തന്നെയാണ്. ഇവിടെ ഈ ചരിത്രം പറയുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല രണ്ടുപേർക്കും കൂടി നൽകിയതാണ് ആദ്യം പറഞ്ഞത്. രണ്ടുപേരും കൂടി ഒരു കാര്യത്തിൽ വിധി പറയുകയും അതിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കുറച്ചുകൂടിയും നല്ല ഇടപെടലുകളും വാദഗതികളും ഖുർആൻ എടുത്തു പറയുകയാണ്. അതിനുശേഷം ഓരോരുത്തർക്ക് മാത്രമായി അള്ളാഹു നൽകിയ സവിശേഷ ഗുണങ്ങൾ വേറെയും പറയുകയാണ്. ദാവൂദ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനങ്ങൾ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് പർവ്വതങ്ങളും പക്ഷികളും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ സ്വന്തമായി
പടയങ്കി നിർമ്മിക്കാനുള്ള കഴിവ് ദാവൂദ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു. അതും ഇവിടെ എടുത്തു പറയുന്നു. ഇനി സുലൈമാൻ നബിക്ക് മാത്രമായി നൽകിയിട്ടുള്ള സംഗതി, കൊടുങ്കാറ്റിനെ പോലും അദ്ദേഹത്തിന് മെരുക്കിയെടുത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കാറ്റ് വീശിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു, കഴിവ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അതേപോലെ പിശാചുകളെ കൊണ്ട് പോലും പണിയെടുപ്പിക്കാനും ആഴിയിൽ മുങ്ങിത്തപ്പാനും അതുപോലെ തന്നെ മുത്തുകളും പവിഴങ്ങളുമൊക്കെ അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കാനുമൊക്കെയുള്ള അതല്ലാത്ത മറ്റു ജോലികളും അവരെ കൊണ്ട് അദ്ദേഹം വഹിപ്പിച്ചിരുന്നു എന്നും കൂടി കാണാൻ സാധിക്കും. ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.